അങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് എനിക്ക് പടം വരയ്ക്കാനായിട്ട് ഒരു മോഹം തോന്നിയത്. അങ്ങനെ എൻ്റെ സ്കെച്ച് ബുക്കാണിത്. ആകെ 2-3 പടമാണ് എൻ്റെ അടുത്ത് വരച്ചിട്ടുള്ളൂ. ലാസ്റ്റ് പടമാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ എന്ത് പടം വരയ്ക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ സ്കെച്ച് പെന്നിൻ്റെ ബാക്കിൽ 2 ജിറാഫിനെ കണ്ടത്. എനിക്ക് വരയ്ക്കാനല്ലാതെ വരയ്ക്കാനും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ എന്നാൽ പിന്നെ 2 ജിറാഫെങ്കിൽ ജിറാഫ്. പക്ഷെ വരച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ജിറാഫ് എന്തിനെ പോലെ ഇരിക്കുന്നത്? ഡൈനോസറിനെ പോലെ. അത് എന്തൊക്കെ ചെയ്തിട്ടും ഡൈനോസറിൻ്റെ ഫേസ് അല്ലാതെ അതിന് വേറെ ഒരു ഫേസ് വരണമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, എന്തെങ്കിലും ആവട്ടെ, അറിയുന്ന പോലെയല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ വിചാരിച്ചു. അങ്ങനെ 2 ജിറാഫിനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ വരച്ച് ആ മുഖം എന്ത് ചെയ്താൽ ശരിയാവുന്നില്ല. പിന്നെ സാറ് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡ്രോയിങ് സാർ ഉണ്ടാവില്ലേ, സാർ എപ്പോഴും പറയായിരുന്നു, മാലുവിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് പെൻസിലല്ല റബ്ബറാണ്. നിങ്ങളൊക്കെ പടം വരയ്ക്കാനിരിക്കുമ്പോൾ ആദ്യം നിങ്ങൾ എന്തിനാ പിള്ളേരെ റബ്ബർ എടുക്കുന്നത്, പെൻസിലല്ലേ അത് എടുക്കേണ്ടതെന്നാണ് സാർ എപ്പോഴും ചോദിക്കുക. പക്ഷേ എനിക്ക് പെൻസിലിനൊക്കെ അത്യാവശ്യം സാർ പറഞ്ഞത് റബ്ബർ തന്നെയാണ്. എന്നിട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല വരച്ച് വന്നപ്പം. ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നും വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിറാഫിൻ്റെ മറ്റേ ഈ പുള്ളികളുണ്ടല്ലോ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വരച്ചു വന്നപ്പോൾ പടത്തിലുള്ള പുള്ളികളാണ് എൻ്റെ ജിറാഫിന്. പിന്നെ എൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ജിറാഫിൻ്റെ കളറൊക്കെ ചെയ്ത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ടച്ചൊക്കെ ചെയ്തിട്ട് നോക്കിക്കേ ഇതാണ് അപ്പോൾ എൻ്റെ ജിറാഫ്.